Upon Santa Cruz Airport focused the thoughts of the whole of India. For arriving there to be met by Premier Shastri and other Indian government dignitaries was the Pope. ഡിസംബർ 2 സ്വതന്ത്ര ഇന്ത്യൻ ചരിത്രത്തിലെ നിർണായക ദിനം. ദൃശ്യങ്ങൾ മുംബൈയിൽ നിന്നുള്ളതാണ്. കാത്തു നിൽക്കുന്നത് ഭാരതത്തിന്റെ അന്നത്തെ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി അടക്കമുള്ള നിരവധി ചരിത്ര നേതാക്കൾ. എല്ലാവരും കാത്തിരിക്കുന്നത് അന്നത്തെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ പോൾ ആറാമനെ. ഇന്ത്യൻ മണ്ണിൽ ആദ്യമായ ഒരു മാർപ്പാപ്പ കാൽകുത്തിയ ദിവസം. അന്നായിരുന്നു അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടന്നത്. ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസമാണിത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി 150ഓളം മെത്രാന്മാർ, 1000-ലധികം പുരോഹിതർ, ഇതിലൊക്കെയുപരി മാർപ്പാപ്പയെ കാണാൻ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകൾ. ഫാദർ ജോസഫ് മണിയങ്ങാടിനെ കുറിച്ചല്ലേ പറയുന്നത്? ഇവിടെ എന്തിന് ഇതൊക്കെ? ഈ ചോദ്യം നിങ്ങളിൽ പലരുടെയും മനസ്സിലുണ്ടെന്നറിയാം. ദിവ്യകാരുണ്യ കോൺഗ്രസിൽ ജനങ്ങൾക്ക് നടുവിലൂടെ മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും ഇടയിലൂടെ കടന്നുപോകുന്ന ഈ ഡീക്കന്മാരെ കണ്ടു. ഇതിലൊരാൾ ഫാദർ ജോസഫ് മണിയങ്ങാടാണ്. അതായത് ദൈവത്തിന് സമർപ്പിച്ച് പുരോഹിത പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയ തിരുപ്പട്ട കൂദാശ നൽകിയത് മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിലാണ്, വിശുദ്ധനായ പോൾ ആറാമന്റെ സാന്നിധ്യത്തിൽ. തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഡീക്കന്മാരിൽ വിരളം പേർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണിത്. 1964 ഡിസംബർ 2 മണിയങ്ങാട്ട് തലവയലിൽ ജോസഫ് മറിയം ദമ്പതികളുടെ 6ാമത്തെ പുത്രനായ കുഞ്ഞ് അങ്ങനെ ഫാദർ ജോസഫ് മണിയങ്ങാട്ടായി. മണിയങ്ങാട്ട് കുടുംബത്തെ 6ാമത്തെ പുരോഹിതൻ. മാർച്ച് 1965 വരേണ്ട ഓർഡിനേഷനാണ് നേരത്തെ ആക്കിയതാണ്. അത് കാരണം പോപ്പ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രമാണിച്ചാണ് അത് ഞങ്ങളുടെ ഓർഡിനേഷൻ ഡിസംബറിൽ തന്നെ പോപ്പ് വരുന്ന ദിവസം തന്നെ ആക്കിയത്. അങ്ങനെ ആ പോപ്പ് വരുന്നതുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള ബിഷപ്പ്മാർ വന്നിരുന്നു അവിടെ. അതുകൊണ്ട് ആ ഓവൽ എന്ന് പറയും, ആ പോപ്പ് വരുന്ന വലിയ പീഠം, അവിടെ തന്നെ 10, 100, 150 ബിഷപ്പ്മാരുണ്ടായിരുന്നു പല രാജ്യത്തു നിന്ന്. അപ്പോൾ ഓർഡിനേറ്റ് സമയത്ത് കാരണം കൈവെപ്പുണ്ട്. ഒരു ബിഷപ്പ് ഓർഡിനേറ്റ് ചെയ്യും, കൈവച്ച് ഓർഡിനേറ്റ് ചെയ്യാതെ തന്നെയും ബാക്കി ബിഷപ്പ്മാരും വൈദികരും അവരുടെ കൈവെപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കൈവെപ്പ് വരുന്ന 10, 100, 150 ബിഷപ്പ്മാരുടെ കൈവെപ്പ് അന്ന് കിട്ടി, അനുഗ്രഹം കിട്ടി എന്ന് പറയാം. ദൈവത്തിന് പ്രത്യേക അനുഗ്രഹം. അപ്പം ഞാൻ സാധാരണ തമാശയായിട്ട് പറയായിരുന്നു, ഒരാളുടെ പോയാലും വേറൊരാളെ കിട്ടുമല്ലോ, തീർച്ചയായും കിട്ടിയിട്ടുണ്ട് വൈദികപ്പെട്ടതെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് അങ്ങനെ കിട്ടാമെന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. എല്ലാം ദൈവപരിപാലന, ദൈവാനുഗ്രഹം, അത്രയേ ഉള്ളൂ ഞാൻ കണക്കാക്കുന്നു. പറഞ്ഞു വന്നത് ജോസഫ് അച്ഛൻ്റെ പൗരോഹിത്യ സ്വീകരണത്തെക്കുറിച്ചാണ്. ഇതിനു മുമ്പുള്ള കാലമുണ്ട്. അതായത് ഫാദർ ജോസഫ് മണിയങ്ങാട് കുഞ്ഞെന്ന പേരിൽ കൊഴുവനാൽ പള്ളിയിൽ സജീവമായിരുന്ന കാലം. ഇത് പറയുമ്പോൾ വീണ്ടും ചരിത്രത്തിലേക്ക് പോകണം. ഭാരതത്തിലെ ക്രൈസ്തവ സഭയിലെ കുട്ടികളെ വിശ്വാസത്തിൽ വളർത്തുന്നതിൽ നെടുന്തൂണായ ചെറുപുഷ്പ മിഷൻ ലീഗിനെ കുറിച്ച് പറയാതെ പറ്റില്ല. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴക്കി
കൊടി പിടിക്കും കൈകൾ, ക്രിസ്തുവിനായി പണിയെടുക്കും കൈകൾ. 1947 ഭരണങ്ങാനത്ത് ചെറുപുഷ്പ മിഷൻ ലീഗ് തുടങ്ങുമ്പോൾ അച്ഛൻ 8ാം ക്ലാസ്സിൽ. കൊഴുവനാൽ പള്ളിയിലുമെത്തി ഇതിന്റെ വിവരങ്ങൾ. വൈകാതെ ശാഖയുമായി. കൊഴുവനാൽ പള്ളിയിലെ ചെറുപുഷ്പ മിഷൻ ലീഗ് ശാഖയുടെ പ്രഥമ പ്രസിഡന്റാണ് ഫാദർ ജോസഫ് മണിയങ്ങാട്. തുടർന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിന് കരുത്തായതും ഇതുതന്നെയാണ്. ഒരു പുരോഹിതനായി ക്രിസ്തുവിനെ സേവിക്കണമെന്ന ആഗ്രഹമുണ്ടായതിന്റെ പിന്നിലുള്ള മിഷൻ ലീഗിന്റെ പങ്ക് ഇപ്പോഴും അച്ഛൻ ഓർത്തെടുക്കുന്നു. മിഷൻ ലീഗ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ 100-400 പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ വീടുകൾ തോറും ഇറങ്ങി ഫണ്ട് സ്വീകരിക്കുകയും അത് മിഷൻ ലീഗ് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ ഓരോ ബാച്ചിലും 10 പേരും ഇങ്ങനെ കൂടി പ്രാർത്ഥനയിലും പ്രത്യേക പരിത്യാഗങ്ങൾ നടത്തി മിഷന് വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവസരമാണ്. അപ്പോഴാണ് ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം തന്നെ നൽകാൻ ആഗ്രഹിച്ചത്. നമ്മൾ ലോകത്ത് കുറച്ച് നാളെ ജീവിക്കുന്നുള്ളൂ. ആ ജീവിതത്തിൽ ദൈവത്തെ സേവിച്ച് ദൈവജനത്തെ സേവിച്ചും പോകുന്നതാണ് ഏറ്റവും അഭികാമ്യമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇനി സെമിനാരിയിൽ പോകുന്ന കാലമാണ്. അച്ഛനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും എവിടെയെന്ന ചോദ്യം പലതവണ ബാലനായ കുഞ്ഞിനെ അലട്ടിയിരുന്നു. മുത്തോലിയിലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇതിനൊരു തീരുമാനമുണ്ടായത്. അക്കാലത്ത് ജർമ്മനിയിൽ നിന്നെത്തിയ സൊസൈറ്റി ഓഫ് ഡിവൈൻ വേൾഡിലെ പുരോഹിതർ മുത്തോലി സ്കൂളിലുമെത്തി കുട്ടികളെ കണ്ടു. അധികം പുരോഹിതരില്ലാത്ത ആത്മീയ നേതൃത്വം ഏറ്റവും അധികം വേണ്ട സ്ഥലങ്ങളിൽ സേവനം ചെയ്യണമെന്നായിരുന്നു അവർ നൽകിയ നിർദ്ദേശം. അങ്ങനെ മൈനർ സെമിനാരി പഠനത്തിനായി ഇൻഡോറിലേക്ക് ട്രെയിൻ കയറി. 4 വർഷം SVDയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വിജയപുരം രൂപതയിൽ ഫിലോസഫി 3 വർഷം ഉണ്ടായിരുന്നു. തിയോളജി 4 വർഷം. അങ്ങനെ അത് പൂർത്തിയാക്കി. വിജയപുരം രൂപതയ്ക്ക് വേണ്ടിയാണ് ഫാദർ ജോസഫ് മണിയങ്ങാട് പുരോഹിതനാകുന്നത്. ഡിസംബർ 2 തിരുപ്പട്ട സ്വീകരണം നമ്മൾ കണ്ടു. ഇനി തുടർന്ന് നാട്ടിലെത്തിയ ശേഷമുള്ള ചടങ്ങുകളാണ്. നടന്നത് അരുവിക്കുഴി പള്ളിയിലാണ്. അക്കാലത്ത് സുറിയാനിയിലായിരുന്നു സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന. വിജയപുരം ലാറ്റിൻ രൂപതയാണ്. അവിടെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു പ്രവർത്തനം. പാമ്പനാർ, കാന്തല്ലൂർ, വണ്ടിപ്പെരിയാർ, വെട്ടിമുകൾ എന്നിവിടങ്ങളിലെ പള്ളികളിലായിരുന്നു തുടക്കത്തിലെ സേവനം. ഇന്നും അവിടെയുള്ള വിശ്വാസികൾ അച്ഛനെ ഓർത്തെടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ആഹാരം എത്തിച്ചു നൽകുക, വസ്ത്രം വേണ്ടവർക്ക് വസ്ത്രം. അങ്ങനെ ആത്മീയതയോടൊപ്പം മറ്റ് മേഖലകളിലും കൈവച്ച് മുന്നോട്ട് പോകുന്ന കാലം. അപ്പോഴാണ് ബിഷപ്പ് ആന്റണി പടിയറ ഫാദർ ജോസഫ് മണിയങ്ങാടിനെ വിളിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ജമൈക്കയിൽ പുരോഹിതരുടെ ആവശ്യമുണ്ട്. വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് കൂടുന്നു. ജനങ്ങൾക്ക് ആത്മീയ പിന്തുണ നൽകാൻ മിടുക്കന്മാരായ പുരോഹിതരില്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ജമൈക്കയിലെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകും. അങ്ങനെ ജമൈക്കയിലേക്ക് യാത്രയായി. ജമൈക്കയിലെ കിൻസ്റ്റൺ അതിരൂപതയിൽ സെന്റ് ജൂഡ് കാത്തലിക് ചർച്ചിന്റെ വികാരിയായിട്ടായിരുന്നു ആദ്യ നിയമനം. 1976 മുതൽ 7 വർഷം പുതിയ പള്ളി, സ്കൂളുകൾ എന്നിവയുണ്ടാക്കി. 10,000-ങ്ങളെ വിശ്വാസത്തിലേക്ക് തിരികെ എത്തിച്ചു. സ്കൂൾ ബാൻഡ് സെറ്റുകൾ ജമൈക്കയിൽ അത്ര പതിവല്ല. ഫാദർ ജോസഫ് സെന്റ് ജൂഡ് സ്കൂളിൽ അതിന് തുടക്കം കുറിച്ചു. ഇത് കണ്ട് രാജ്യവ്യാപകമായി സ്കൂളുകളിൽ തുടങ്ങാൻ ജമൈക്ക സർക്കാർ തന്നെ തീരുമാനിച്ചു. ഇന്നും ജമൈക്കയിലെ ഏറ്റവും മികച്ച ബാൻഡ് ഗ്രൂപ്പുകളാണ് സെന്റ് ജൂഡ് കാത്തലിക് ചർച്ചിന് പരിസരത്തുള്ളത്. എല്ലാം ഫാദർ ജോസഫ് മണിയങ്ങാടിന്റെ സംഭാവനയാണ്. എങ്ങനെ അമേരിക്കയിലെത്തി? ഇതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഉയരുന്ന ചോദ്യം. 1983 അത് സംഭവിച്ചത്.
ഫ്ലോറിഡ സെന്റ് അഗസ്റ്റിൻ രൂപത സേവനം ആവശ്യപ്പെട്ട് അച്ഛനെ സമീപിച്ചതോടെയാണിത്. ആ രൂപതയിൽ മുഴുവൻ സമയ ആത്മീയ ശുശ്രൂഷകൾക്കായി എത്തുന്ന ആദ്യ ഇന്ത്യൻ പുരോഹിതനാണ് ജോസഫ് മണിയങ്ങാട്. മക്കിലേനി സെന്റ് മേരീസ് പള്ളിയിലായിരുന്നു ആദ്യ സേവനം. നീണ്ട 16 വർഷം. അമേരിക്കയിലെ ഏറ്റവും ക്രൂരരായ തടവുകാർ പാർക്കുന്ന ജയിലുകളിലൊന്നാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് പ്രിസൺ. അവിടുത്തെ ആത്മീയ ചുമതലയും ജോസഫ് അച്ഛനായിരുന്നു. കൂടാതെ അവിടുത്തെ മാനസിക രോഗികൾക്കിടയിലും ആത്മീയ സേവനത്തിനായി ചുമതലപ്പെടുത്തി. ഞാൻ എൻ്റെ മുഖ്യ ഒരു സേവനം എന്ന് പറഞ്ഞാൽ പ്രിസൺ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ്, പ്രത്യേക അസൈൻമെൻറ്റാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് പ്രിസൺ ചാപ്ലിൻസി. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 ബിഷപ്പ്മാരുടെ പ്രതിനിധിയായിട്ട് പേരിലാണ് അവിടെ എന്നെ അയച്ചത്. അപ്പം ആ അനുഭവം തന്നെ വലിയ അനുഭവം. ആദ്യം എനിക്ക് പോയപ്പോൾ തന്നെ അപ്പോൾ ബ്ലഡ് പ്രഷറൊക്കെ കൂടി. കാരണം 5-8 ഗേറ്റ് കടന്ന് വേണം അകത്ത് കിടക്കാൻ കാണാനായിട്ട്. അപ്പോൾ എല്ലാം കണ്ടപ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. എങ്കിലും പിന്നെ അവരെ സേവിക്കുന്ന ഓരോ ദിവസവും പോകും തോറും അത് വളരെ എളുപ്പമായിട്ട് തോന്നി. വളരെ സന്തോഷകരമായിട്ട് കാണാൻ സാധിച്ചത്. അങ്ങനെ അവരെ എല്ലാ ഞായറാഴ്ചയും ഞാൻ എൻ്റെ പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റ് പ്രസിഡന്റ് 2 പ്രസിഡന്റിൽ പോയി കുർബാന ചെല്ലുമായിരുന്നു. ലോകത്തിലേക്ക് ഏറ്റവും ക്രിമിനലായിട്ട് ആൾക്കാർ അവിടെ കടന്നിട്ടുണ്ട്. ബണ്ടി ഫേമസാണ്. ബണ്ടി അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും ഒരുപാട് ദൈവ കാര്യങ്ങൾ പറയുവാനുള്ള അവസരം കിട്ടി. അപ്പോൾ അതിൽ ഒരുപാട് കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മുടെ സഭയിലേക്ക് വന്നിട്ടുണ്ട്. ആ കർത്താവിനെ സ്വീകരിച്ച് പിന്നെ വിശ്വാസത്തോടെ പിന്നെ അവിടെ. അതുപോലെ തന്നെ ഒരു 3-4 പേരുടെ എക്സിക്യൂഷൻ ഞാൻ വിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, അച്ഛൻ ഞാനവിടെ തന്നെ വേണം എന്ന് പറഞ്ഞ്. അത് ഒരു വെളുപ്പിനെയാണ് 7 മണിക്കാണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഇലക്ട്രിക് ചെയറായിരുന്നു അന്നത്തെ. കസേരയിരുത്തിയിട്ട് പിന്നെ കണ്ണൊക്കെ മൂടി അത് അവിടെ ഇലക്ട്രിക് കറണ്ട് കടത്തി വിട്ടും കൊല്ലുകയായിരുന്നു 40. അപ്പോൾ ഞാനും അവിടെ ഒഫീഷ്യൽ വിറ്റ്നസ് ആയിട്ട് സ്റ്റേറ്റിൻ്റെയും പ്രസിഡൻ്റ് ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ ദൈവം എനിക്കുവാനുള്ള അനുവാദം കിട്ടി. അവരെ അത് കാണുവാനുള്ള അവസരം, എക്സിക്യൂഷൻ. അപ്പം ഇവർ കൊണ്ടുവരുമ്പോഴത്തേക്ക് വെളിയിൽ നിന്ന് എക്സിക്യൂഷൻ ചേംബറിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ആ തടവുകാരൻ എന്നെ നോക്കി ഹായ് പറയുമായിരുന്നു ഇങ്ങനെ. അതാണ്, വേറെ ആരെയില്ല. അങ്ങനെ അത്രമാത്രം ഒരു നന്ദി സ്നേഹവും അവർക്കുണ്ടായിരുന്നു. അവിടെ വന്ന് അവർ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ 3-4 ആൾക്കാരുടെ ഞാൻ തന്നെ അവരുടെ സെല്ലിൽ പോയി ആ രാത്രി മുഴുവൻ ചെലവഴിക്കുമായിരുന്നു. ആ എക്സിക്യൂഷൻ്റെ രാത്രി അവിടെ ചെലവഴിച്ചിട്ട് വെളുപ്പിന് ആണ് എക്സിക്യൂഷൻ. അപ്പോൾ അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഒരവസരം കിട്ടി. അവരെ ഒരുക്കാനും അതിന് തയ്യാറാക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ എല്ലാം നല്ല മരണമാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ പാപത്തെ പശ്ചാത്തപിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ആ കുടുംബത്തെ വേദനിപ്പിച്ചുള്ള സങ്കടം കൊണ്ട് എല്ലാം പറയുമായിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർ മരിക്കാനുള്ള അവസരം ഉണ്ടാകും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അത്. ഭയങ്കര അനുഭവമാണ്. അതുകൊണ്ട് അവസാന നേരത്തെ അവരുടെ കൺവേർഷൻ നടക്കുന്നു, ദൈവത്തോട് കൂടുതൽ എടുക്കുന്നു. അങ്ങനെ ആ ദൈവത്തിലേക്ക് അവിടെ പോകുന്നത്. ക്രിമിനലാണെങ്കിൽ തന്നെയും മെൻ്റൽ ഹോസ്പിറ്റൽ എൻ്റെ പിന്നെ ഇടവകയുടെ അതിർത്തിപ്പെടുന്നതാണ് ഈ മെൻ്റൽ ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയും. അന്ന് അവർ 1500 പേഷ്യൻസുകളുണ്ട്. അന്ന് തന്നെ അതോ ഓരോ വാർഡ് ചെല്ലുമ്പോൾ എല്ലാത്തിനും സിഗരറ്റ് സ്മോക്ക് ചെയ്ത് എപ്പോഴും അസുഖം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഈ സ്മോക്ക് അടിച്ച് ഓരോ വാർഡിൽ 10-40 പേരെ ഒരു വാർഡിൽ തന്നെ ഒരു മുറിയിൽ തന്നെ സിഗരറ്റ് വലിച്ചിരിക്കുന്നത്. 16 വർഷം ഈ മാനസികാശുപത്രി ജോലി ചെയ്തിട്ട് പോലും ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. മുറി ചെല്ലുമ്പോൾ എല്ലാവരും മുട്ടുകുത്തി ആശീർവാദം വേണമെന്ന് പറയുള്ളൂ. ഫാദർ ബ്ലെസ് മീ എന്ന് പറഞ്ഞ അത്ര നല്ല അനുഭവമാണ് അതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് അവിടെയുള്ള ചാപ്പളനുണ്ടായിരുന്നു. ചാപ്പളൻ ഒരു പ്രസിപ്പിറ്റേറിയൻ ചാപ്പളനായിരുന്നു. അദ്ദേഹത്തെ അനുഭവം പറയുന്നത്, ഒരു പ്രാവശ്യം ഒരു പേഷ്യൻ്റ് കൈ ചുരുട്ടി ഓടി വന്ന മുഖത്തിന് ഇടി കൊടുത്തത്. സൈറ്റുണ്ട് പറഞ്ഞാൽ ഇവർക്ക് എന്ത് സംഭവിക്കാവുന്നതാണ്. വിശ്വാസികൾക്ക് ഫാദർ ജോസഫ് ഇപ്പോഴും ഒരു വിസ്മയമാണ്. അച്ഛൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പള്ളിയിലെ ഒരാൾ പറയുന്നത് കേൾക്കുക. Such an empathic person, such a spiritual man, such a joy to be with. You're patient and kind and loving, and you're very, very smart, very, very educated. And I find you to be a magnificent example
of what being Christ-like here on earth is. I think he's my favorite priest for many reasons, but one, he's a God-fearing, selfless soul. He has touched my life in many ways through confession and his homily. He's brought me closer to the Lord, where I see Jesus in a more spiritual way. He's touched the lives of many people at Christ the King and throughout. I've had the pleasure of speaking with quite a few of them and how Father Joe means to them, how much he means to them, and what he's done for them with their spiritual life, which is so important, being a man chosen by God to lead many people to our Heavenly Father. അച്ഛൻ നൽകുന്ന ആത്മീയ ഊർജം കുടുംബങ്ങളിലും വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നിരവധി പുരോഹിതരാണ് മണിയങ്ങാട്ട് കുടുംബത്തിലുണ്ടായത്. എൻ്റെ ചെറുപ്പകാലം മുതൽ കുഞ്ഞിപ്പാപ്പനെ അറിയാം. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ദൈവവിളിയിൽ വളരെയധികം കാര്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സെമിനാരിൽ ചേരുമ്പോൾ ആ വർഷമാണ് 60ാം വാർഷികം നടന്നത്. അതിനുശേഷം സെമിനാരിനെ പഠിക്കുമ്പോഴും പിന്നെ എൻ്റെ പുത്തങ്കുർബാനയ്ക്കും എല്ലാ തരത്തിലും എനിക്ക് ഒത്തിരി പ്രോത്സാഹനം നൽകി. അതുപോലെ അതിനുശേഷം 1985 അപകടത്തിന് ശേഷം അമേരിക്ക വരുവാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഇത്രയും ആളുകൾക്ക് നന്മയാനുള്ളൊരവസരം ഈ 60 വർഷം കൊണ്ട് സാധിച്ചു. എനിക്ക് തന്നെയല്ല, പല ആളുകൾക്കും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് പൗരോഹിത്യം നൽകി ദൈവം അനുഗ്രഹിച്ച ആ നന്മയ്ക്ക് പ്രത്യേകം നമുക്ക് നന്ദി പറയാം. ഒട്ടും ദേഷ്യപ്പെടാത്ത സൗമ്യനായ ചിരിക്കുന്ന പുരോഹിതൻ, ധൈര്യശാലി, ആരെയും സമയമെടുത്ത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ആത്മീയ ഗുരു. ഇങ്ങനെ പല വിശേഷങ്ങളാണ് കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്. 90 വർഷങ്ങൾക്ക് മുൻപ് 1934 ഡിസംബർ മാസം 25-ാം തീയതിയിലെ ആ ക്രിസ്മസ് ദിനത്തിൽ ജോസഫിനും മേരിക്കും മകനായി പൂജാതനായത് തികച്ചും യാദൃച്ഛികമായല്ല, മറിച്ച് പുൽക്കൂട്ടിൽ പിറന്ന യേശുവിൻ്റെ സുവിശേഷം അച്ഛൻ പിറന്നു വീണ മണ്ണിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കും പകർന്നു നൽകുവാനുള്ള നിയോഗവുമായിട്ടാണ് എന്ന് ഞാൻ പറയും. വളരെയേറെ സ്നേഹസമ്പന്നനായ, അല്പം പോലും അരിശമോ ദേഷ്യമോ ഇല്ലാത്ത, ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാത്ത, എപ്പോഴും ചെറുപുഞ്ചിരിയോടുകൂടി മാത്രമായിരിക്കുന്ന വല്യച്ഛനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തികഞ്ഞ ധൈര്യശാലി. ഏൽപ്പിക്കപ്പെട്ട ജോലികൾ അത് എത്ര വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അതെല്ലാം സധൈര്യം ഏറ്റെടുത്ത ആ ജീവിതം. 60 വർഷത്തെ സമർപ്പിത ജീവിതം, പ്രായവും രോഗവുമൊക്കെ അവഗണിച്ച് എപ്പോഴും കർത്താവിന് വേണ്ടിയുള്ള സേവനം. അതിങ്ങനെ തുടരുന്നതിനിടയിലും മണിയങ്ങാട്ട് കുടുംബത്തിന്റെ കാരണവരായ ജോസഫ് അച്ഛന് പുതുതലമുറയോട് ചിലത് പറയാനുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും അവരുടെ മാതാക്കന്മാരുടെ മാതൃകകളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസം എങ്ങനെ അവർ ജീവിക്കുന്നതെല്ലാം കണ്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയിൽ കുട്ടികൾ കുറയുന്നു. അതുപോലെ തന്നെ ഈ വൈദികരുള്ള കുടുംബത്തിൽ തന്നെ ഇതാണ് ഈ വിമർശനം അവർ സഹായിക്കുന്നത് അത് ത്യാഗങ്ങളോ അല്ല അനുഭവങ്ങളോ ഒന്നും അല്ല പറയുന്നത്. എന്തൊക്കെ ഒത്തിരില്ലേ തന്നെയും കണ്ടുപിടിച്ചും കുറ്റം പറഞ്ഞ് പള്ളിയും അതുപോലെ തന്നെ വൈദികയും മറ്റെല്ലാം കുറ്റം പറയുമ്പോഴത്തേക്ക് ആളുകളുടെ ആ വിശ്വാസത്തെ കുറവുണ്ടാകുന്നു. നമ്മുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഇത്രയും ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് പോകുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതല്ലേ. അപ്പം അതിന് പകരം പോകുമ്പോൾ അപ്പം വൊക്കേഷൻ കുറയുമെന്ന് പറയുന്നാൽ ഇതിൻ്റെ ഒരു കാരണം കൂടി ആകാം. നമ്മുടെ കുട്ടികൾ അവർ ഈ സൺഡേ സ്കൂളിൽ പോകുന്നത് പോലെ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ജീവിതത്തിൽ പവർ മാസങ്ങളെ പറ്റി ഒന്ന് ചിന്തിക്കുന്ന നല്ല കാര്യമാണ്. കാരണം ഇതെല്ലാം ഈ നമ്മുടെ ഈ മതപഠന ക്ലാസ്സുകളിലെ കൂട്ടിയല്ലേ പോകുന്നത്.
എന്നിട്ട് പോയിട്ട് അവർക്ക് എന്താ തീഷ്ണതയില്ലാതെ, എന്താ നമ്മുടെ ഈ വിശ്വാസത്തെ ജീവിക്കാനും അതുപോലെ തന്നെ പ്രചരിപ്പിക്കാനുള്ള ആ ഒരു ധൈര്യവും അതുപോലെ തന്നെ ആ ഒരു ഉറച്ച വിശ്വാസം ഇല്ലാതെ കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് അത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ മത ബോധനം അത് വളരെ ഉചിതമായിരിക്കണം. അത് അവരോട് പറയണം, നിങ്ങളെ വിശ്വസിച്ച് മാത്രം പോരാ, നിങ്ങൾ വിശ്വാസത്തെ ഷെയർ ചെയ്യണം. ഫെയ്ത്ത് ഷെയർ ഈസ് ഫെയ്ത്ത് ഇൻഡിക്കേറ്റ്. വിശ്വാസം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ആ വിശ്വാസം കുറയ്ക്കുന്നത്. ദൈവവിളികൾ ഇനിയും ഉണ്ടാകണം. കർത്താവിനായി കൂടുതൽ പേർ സേവനത്തിന് വീണ്ടും ഇറങ്ങണം. അച്ഛൻ്റെ ഈ സന്ദേശം കുടുംബവും സമൂഹവും സ്വീകരിക്കട്ടെ.